ഗുഡ് മോർണിംഗ് സർ. യെസ് മോർണിംഗ്. ഞാൻ സിദ്ധാർത്ഥൻ, ഇവരുടെ ഗാർഡിയനാണ്. ഇവരുടെ എല്ലാവരുടെയും? അതെ. അല്ല സാറേ, ഒരു കുപ്പി ബിയർ അടിച്ചതിന്റെ പേരിൽ ആരെങ്കിലും പിള്ളേരെ സസ്പെൻഡ് ചെയ്യൂ? തോന്നിയാസത്തിന് ഒരു അതിര് വേണം. പല പ്രാവശ്യം വാണിംഗ് കൊടുത്ത് വിട്ടതാണ് ഇവരെ. ഭാവിയിലെ ഡോക്ടർമാരായ പിള്ളേരല്ലേ സാറേ, ഒരല്പം കരുണ കാണിക്കണം. ഇല്ല, ഇവരെ പോലുള്ള പോക്കിരികളെ ഇനി ഈ കോളേജിൽ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. കേട്ടില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ പ്രിൻസിപ്പൽ ഒരല്പം സ്ട്രോങ് ആണ്. അപ്പോ അല്ല സിദ്ധേട്ടാ, അത് വാടാ. അതെ, ശരിയായ പോക്കരത്തിന് എന്താ നിങ്ങളുടെ പ്രിൻസിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതൊന്ന് മനസ്സിലാക്കി കൊടുത്തു വരാം. എന്താ? പഠിക്കുന്ന കാലത്ത് സാറും ഒന്നിനും അത്ര മോശക്കാരനായിരുന്നില്ലല്ലോ. എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കാതെ പിള്ളേരെ അങ്ങ് തിരിച്ചെടുക്കുന്നല്ലേ സാറേ നല്ലത്. വിമൻസ് കോളേജിന്റെ മതിൽ ചാടിയതിന് പെൺപിള്ളേര് സാറിന്റെ ഉടുതുണി അഴിപ്പിച്ച് സിറ്റ് മുഴുവൻ ഓടിച്ചതും മറ്റെല്ലാ ചരിത്രവും ഞാൻ ആ പിള്ളേരോട് വിളമ്പും. പിന്നെ ഇത്രയും ആഭാസനായ ഒരു പ്രിൻസിപ്പലിന്റെ കീഴിൽ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിള്ളേര് പ്രിൻസിക്കെതിരായിട്ട് സമരം തുടങ്ങും. സംഗതി ആകെ ചളവളവാകും. അത് വേണം. അപ്പോ ഞാൻ ആ പിള്ളേരെ തിരിച്ചെടുക്കാം. ഇനി കോളേജ് കോമ്പൗണ്ടിന്റെ അകത്തിരുന്ന് മദ്യപിക്കില്ല എന്നൊരു ഗ്യാരണ്ടി. അങ്ങനെ ഒരു ഗ്യാരണ്ടിയുടെ ആവശ്യമുണ്ട്? എന്തായാലും ഞാനൊരു പ്രിൻസിപ്പൾ അല്ലടോ, എനിക്കും വേണ്ട ഒരു പിടി. ശരി, അങ്ങനെ ഒരു പിടി പ്രിൻസിപ്പൽ കൊടുക്കാൻ ഞാൻ ആ പിള്ളേരോട് പറയാം. താങ്ക്സ്. വെൽക്കം. ആ പിന്നെ അന്ന് ഉടുതുണി അഴിച്ചപ്പോ അടിവസ്ത്രം ഇട്ടിരുന്നു. നിങ്ങൾ മേലെ ഒരു പ്രശ്നം ഉണ്ടാക്കൂലെന്ന് ഞാൻ പ്രിൻസിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്നെ നാറ്റിക്കരുത്. ഏട്ടനെ എന്നാലും സിദ്ധേട്ടൻ പ്രിൻസി എങ്ങനെ കയ്യിലെടുത്തുന്ന പിടികിട്ടാത്തത്? അതൊരു ചെറിയ ഒറ്റമൂലി അങ്ങ് പ്രയോഗിച്ചു. ബാലു എവിടെ? അവൻ ആ ഫാഷൻ ഷോ നടക്കുന്നിടത്ത് ചുറ്റി കറങ്ങുന്നുണ്ടാവും.